ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. പ്രതീക്ഷകളുമായി ഒക്ടോബർ വന്നെത്തിയിരിക്കുകയാണ്. നവരാത്രിയും ദീപാവലിയും അടക്കം വളരെ മംഗളകരമായ, ഭക്തിസാന്ദ്രമായ ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് ഒക്ടോബറിൽ നമ്മെ കാത്തിരിക്കുന്നത്. ജ്യോതിഷപരമായി ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാദ്രപാദ മാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥ തിഥിയാണ് ഇന്ന്. ശുക്ലയോഗം, ബ്രഹയോഗം എന്നിങ്ങനെയുള്ള വിശേഷപ്പെട്ട യോഗങ്ങൾ ഇന്ന് രൂപപ്പെടുന്നു. കൂടാതെ പൂരം നക്ഷത്രമെന്ന മറ്റൊരു ശുഭസംയോഗം കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. ഗ്രഹനില നോക്കിയാൽ ചന്ദ്രൻ ഇന്ന് ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് പ്രവേശിക്കും. കൂടാതെ ചന്ദ്രനും സൂര്യനും പരസ്പരം 9ഉം 5ഉം ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇന്ന് നവപഞ്ചമയോഗം രൂപപ്പെടുന്നു. ഇക്കാരണങ്ങളാൽ ഇന്നത്തെ ദിവസം ഒരു ശുഭദിനമാണ്. ഇന്നത്തെ ശുഭയോഗങ്ങൾ പ്രധാനമായും 5 രാശികൾക്കാണ് പ്രയോജനപ്പെടുക. ഇവയ്ക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ആത്മസംതൃപ്തിയും മനസമാധാനവും കൈവരും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറയും. കൂടാതെ ഗ്രഹനിലയിലെ ചൊവ്വയുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. ഹനുമാന്റെ വിശേഷകൃപയും ഇവരെ തേടിയെത്തും. ഈ 5 രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത് മേടം രാശിക്കാരാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം കൂടുതൽ ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടും. ദൃഢനിശ്ചയത്തിലൂടെയും ആത്മവിശ്വാസത്തോടെയും ആയിരിക്കും ഇന്ന് ഇവർ കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ പോലും ഇവർ നിഷ്പ്രയാസം ചെയ്തു തീർക്കും. ഭാവിയെക്കുറിച്ച് നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും. മഹത്വപൂർണമായ ചിന്തകളിലൂടെ വ്യക്തിജീവിതവും പ്രൊഫഷണൽ ജീവിതവും നേട്ടങ്ങളുണ്ടാക്കും. ഉദ്യോഗസ്ഥരായവർക്ക് ആഗ്രഹിച്ച കമ്പനികളിൽ നിന്നും ജോലി ഓഫറുകൾ ലഭിച്ചേക്കും. കരിയറിൽ ഇത് നേട്ടമാകും. ശമ്പളം വർദ്ധിക്കും. ബിസിനസ് ചെയ്യുന്ന മേടം രാശിക്കാർക്കും ഈ ദിവസം ഗുണകരമായിരിക്കും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. എല്ലാവരും ഒത്തുകൂടാനുള്ള അവസരമൊരുങ്ങും. ചിങ്ങം രാശിക്കാരാണ് അടുത്തത്. ചിങ്ങം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഒക്ടോബർ 1 ജീവിതത്തിൽ പുതിയ വെളിച്ചം കൈവരും. ഹനുമാൻ സ്വാമിയുടെ വിശേഷകൃപയിലൂടെ ശത്രുക്കൾക്ക് മേൽ വിജയം നേടാനും അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കും. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മെച്ചപ്പെടും. പണം ലഭിക്കുന്നതിനുള്ള പുതിയ വഴികൾ മുന്നിൽ തുറപ്പെടുന്നതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കും. ചിലവ് കഴിഞ്ഞ് പണം മിച്ചം വരുന്ന സ്ഥിതിയുമുണ്ടാകും. പ്രേമബന്ധത്തിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കും. ബിസിനസ്സിൽ നിന്ന് ലാഭം കൈവരും. കർമ്മമണ്ഡലത്തിൽ ശോഭിക്കും. വാഹനമോ വസ്തുക്കളോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ടാകും. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കും. അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഇന്ന് പ്രത്യേകമായ നേട്ടങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ ദിവസം ഭാഗ്യം ഇവരെ തുണയ്ക്കും. കിട്ടാനുണ്ടായിരുന്ന പണം തിരിച്ചുകിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ലാഭം കൈവരും. ബിസിനസ്സിൽ പുതിയ ആശയങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ കഴിയും. വീട്ടിൽ നിന്ന് വളരെ ദൂരെ കഴിയുന്നവർക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള അവസരമൊരുങ്ങും. പ്രിയാപ്പറ്റികളിൽ നിക്ഷേപം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇത് ഭാവിയിൽ ഗുണകരമാകും. ധനുരാശിയാണ് അടുത്തത്. ധനുരാശിയിൽ ജനിച്ചവർക്കും ഇന്നത്തെ ദിവസം ഗുണകരമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ഇവർക്ക് മനഃശാന്തി കൈവരും. ധർമ്മകർമ്മ രംഗങ്ങളിൽ ആഗ്രഹിച്ച രീതിയിലുള്ള പുരോഗതിയുണ്ടാകും. നിക്ഷേപം നടത്താൻ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. ഏറെക്കാലമായി ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് പൂർത്തിയാക്കും. രാഷ്ട്രീയക്കാരുമായി ബന്ധം സ്ഥാപിക്കാനുള്ള അവസരം വരും. ഉദ്യോഗസ്ഥർക്ക് ഇന്നേ ദിവസം സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിക്കും. സഹോദരങ്ങളുമായി നല്ല ബന്ധം തുടരും. അടുത്തത് മീനം രാശിക്കാരാണ്. ഇന്നത്തെ ദിവസം ശുഭദിനമാകുന്ന മറ്റൊരു രാശി മീനം രാശിയാണ്. ഈ രാശിയിൽ ജനിച്ചവർക്ക് ദിവസം മുഴുവൻ വീട്ടുകാരുമായി സമയം ചിലവഴിക്കാനുള്ള അവസരം വന്നുചേരും. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കുറച്ച് കഷ്ടപ്പെട്ടാലും ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല ഫലം ലഭിക്കും. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഇവർക്ക് ഉണ്ടായിരിക്കും. സാമ്പത്തികമായ ചില നേട്ടങ്ങൾ ഉണ്ടാകും. ഇതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ബിസിനസ് അഭിവൃദ്ധിപ്പെടും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അതിന് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കും. വീട്ടുകാരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും.